ചിതലുകളെ കാണുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കൾ ഉറുമ്പുകളാണ് എന്നാണ് നമുക്ക് തോന്നുക അവരുടെ രൂപം കൊണ്ട്. എന്നാൽ ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരെയല്ല, പാറ്റകൾ, കൂറകൾ, കോക്രോച്ചുകളാണ്. അതെ, ഈയാമ്പാറ്റ, മഴപ്പാറ്റ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്നും തുരുതുരാ പുറത്തേക്ക് വന്ന് വിളക്കിന് ചുറ്റും ചറപറ പറന്ന് അവസാനം ചിറകറ്റ് വീഴുന്ന ആ പ്രാണികൾ ചിതലുകളാണ്. ചിറകുമായി പറക്കുന്ന ചിതലുകൾ. ചിതലുകൊണ്ട് ഒരു ദ്രോഹവും ഇതുവരെ ഉണ്ടാകാത്തവർ കുറവായിരിക്കും. മേശയിൽ, അലമാരയിലൊക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച ആധാരങ്ങൾ, രേഖകൾ, പണം ഒക്കെ തിന്ന് നശിപ്പിക്കുന്നവർ. വീട്ടിൻ്റെ കട്ടിലകളും ജനാലകളും മര ഉരുപ്പടികളും ഒക്കെ ശാപ്പിട്ട് നശിപ്പിക്കുന്നവർ. ചിതലിനെ ഓടിക്കാൻ പഠിച്ച പണി 18 മനുഷ്യർ പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. അതത്ര എളുപ്പവുമല്ല. മണ്ണിനടിയിലും മുകളിലുമായുള്ള ഗൂഢയിടങ്ങളിൽ കോടിക്കണക്കിന് ചിതലുകളുണ്ടാവും ഓരോ കോളനിയിലും. ഈ അമ്പാറ്റകളെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്, എന്തിനായിരിക്കും ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഒന്നിച്ച് പറക്കുന്നത്, സ്വാമിങ് നടത്തുന്നത് എന്ന്. വളരെ കൗതുകകരമാണ് ചിതലിൻ്റെ ജീവിതം. നമുക്കതിലേക്ക് വരാം. മഴയ്ക്ക് മുമ്പുള്ള ചില നേരങ്ങളിലാണ് മണ്ണിനടിയിൽ നിന്നും തുരുതുരാ പുറത്തേക്കിറങ്ങി ലെവലില്ലാതെ ചറപറ പറക്കുക ഇവർ. ഇങ്ങനെ മണ്ണിനടിയിൽ നിന്നും തുരുതുരാ പുറത്തേക്ക് ഈ പ്രാണികൾ പൊങ്ങി വന്ന് പാറിപ്പോകുന്ന കാഴ്ച കണ്ട് അമ്പരന്ന ബാല്യം നിങ്ങൾ പലർക്കും ഉണ്ടാവും. പലപ്പോഴും സന്ധ്യക്കും രാത്രിയൊക്കെയാണല്ലോ ഇതുണ്ടാകുക. അപ്പോൾ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമായിട്ട് ഇവ പറന്ന് ചിറക് കരിഞ്ഞ് അവിടെ തന്നെ വീണുപോകുന്നതും കാണാം. പ്രതീക്ഷകളോടെ വെളിച്ചത്തിന് നേരെ പാറി വന്ന് തീജ്വാലയിൽ വീണ് കരിഞ്ഞു പോകുന്ന നീർക്കുമിള പോലെ നിസാരമായ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പൊട്ട ജന്മമായിട്ടാണ് കവികൾ എപ്പോഴും ഈയാമ്പാറ്റകളെ പറ്റിയിട്ട് കവിതകളിൽ സൂചിപ്പിക്കുക. വൈദ്യുത വിളക്കുകളുടെ വരവോട് കൂടിയിട്ട് തീയിൽ വീട് കരിഞ്ഞു പോകുന്ന മണ്ടന്മാർ എന്ന ഒരു വിശേഷണമായിട്ട് ഈയാമ്പാറ്റകൾക്ക് അല്പം ഇളവ് ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഉണർന്നു നോക്കുമ്പോൾ മുറ്റത്തും നിറയത്തുമൊക്കെ ഒരു മുറത്തിൽ കൊള്ളാൻ മാത്രം ചിറകുകൾ ബാക്കി വെച്ച് ഇവർ എങ്ങോട്ട് പോയി എന്ന് പലപ്പോഴും ചെറുപ്പത്തിൽ നമ്മൾ അമ്പരന്നു പോകാറുണ്ട്. ഏതോ സാധുവായിട്ടുള്ള പ്രാണിയായിരിക്കും ഇത് എന്നാണ് പലപ്പോഴും കരുതിയിരുന്നത്. ഈയാമ്പാറ്റകൾ ചിതലുകൾ തന്നെയാണ് എന്ന കാര്യം വളരെ വൈകിയാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്. ഇവയുടെ ചിറകുകൾ ഇങ്ങനെ ദൂരത്തേക്ക് പറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതേ അല്ല, മണ്ണിൽ നിന്നും പുറത്തേക്ക് വരാനും അല്പദൂരം പറക്കാനും ശേഷം പൊഴിച്ചു കളയാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉണ്ടായവയാണ്. അല്ലാതെ അത് അബദ്ധത്തിൽ അറ്റുപോകുന്നതൊന്നുമല്ല. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും ഒക്കെ പോലെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് ചിതലുകളും. വെറും സോഷ്യൽ എന്നല്ല, യൂസോഷ്യൽ ഇൻസെക്റ്റുകൾ എന്നാണ് ഇവയെ വിളിക്കുക. ഐസോപ്റ്ററ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷഡ്പദങ്ങളാണ് ഇവർ. നേരത്തെ പറഞ്ഞല്ലോ, കാഴ്ചയിൽ വലിയ സാമ്യം തോന്നുമെങ്കിലും ഉറുമ്പുകളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഉറുമ്പുകൾ ഇവരുടെ ജന്മശത്രുക്കളുമാണ്. കോക്രോച്ച് എന്ന് വിളിക്കുന്ന കൂറകളോടും പാറ്റകളോടും അതുപോലെ മാൻറ്റിസ് എന്ന് വിളിക്കുന്ന തൊഴുകയ്യം പ്രാണികളോടുമൊക്കെയാണ് ഇവർക്ക് വർഗപരമായിട്ടുള്ള സാമ്യം കൂടുതലായിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ടും 3100-ലധികം സ്പീഷീസ് ചിതലുകളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം കണ്ടെത്താനുണ്ടാവുകയും ചെയ്യും. പല സ്പീഷീസുകളുടെയും സാമ്രാജ്യത്തിൻ്റെ കോളനിയുടെ അധിപതിയായിരിക്കുന്ന റാണിച്ചിതലിന് 10-20 വർഷത്തിൻ്റെ നീണ്ട മുടിഞ്ഞ ആയുസ്സും ഉണ്ടാവും. എന്തൊക്കെയായാലും വീണടിഞ്ഞ മരങ്ങളും സസ്യാവശിഷ്ടങ്ങളും തിന്ന് വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് മണ്ണാക്കുന്ന ചിതലുകൾ പരിസ്ഥിതിയുടെ വലിയ സംരക്ഷകർ കൂടിയാണ് താനും. ഇവരെ കൂടാതെ നേരത്തെ പറഞ്ഞ ഉറുമ്പുകൾ, തേനീച്ചകൾ, കടന്നലുകൾ തുടങ്ങിയ യൂസോഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റുകളുടെയൊക്കെ കോളനികളെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് റാണി, രാജ്ഞി, രാജാവ്, വേലക്കാർ എന്നൊക്കെയാണല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ ഭരണ സംവിധാനമായിട്ടുള്ള സാമ്രാജ്യവും രാജാവും റാണിയും ഒക്കെ ഉള്ളതുപോലെയേ അല്ല ഇവരിലെ ഇത്തരത്തിലുള്ള അധികാര ശ്രേണികളൊക്കെയും. റാണി, രാജ്ഞി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ സങ്കല്പത്തിലുള്ള റാണിയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. സത്യത്തിൽ ആ കോളനിയിലെ മുട്ടയിടുന്ന ഫാക്ടറി മാത്രമാണ് ആ ഒരു അംഗം. അല്ലാതെ രാജ്യം ഭരിക്കുന്ന റാണിയെ പോലെയുള്ള അധികാരമോ നിയന്ത്രണങ്ങളോ പ്രത്യേക പ്രിവിലേജുകളോ ഒന്നും അവർക്കില്ല. എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ വേലക്കാർ എന്ന് വിളിക്കുന്ന ഭൂരിപക്ഷ അംഗങ്ങളാണ്. ആ കോളനിയിലെ അംഗങ്ങളെയൊക്കെയും ചേർത്ത് നിർത്തുന്ന, കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഫിറമോണുകളുടെ ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് അത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും ഉപയോഗിച്ച് ശീലമായതിനാൽ മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഞാനും ഈ റാണി, രാജ്ഞി എന്ന പ്രയോഗം തന്നെ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ചിതൽ കോളനി ഒരു മഹാസാമ്രാജ്യമാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഏറ്റവും വലിപ്പമുള്ള ശരീരം റാണിക്കാണ്, അല്ലെങ്കിൽ രാജ്ഞിക്കാണ്. 4-5 ഇഞ്ചിലധികം വലിപ്പമുള്ള ഭീമാകാര ശരീരം. വളരെ വലിപ്പമുള്ള അണ്ഡാശയമാണ് ആ ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും. ഇണചേർന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബീജം ഉപയോഗിച്ചും അതില്ലാതെയും ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മുട്ടകൾ ഇട്ടുവെക്കുക എന്നുള്ളതാണ് റാണിയുടെ പണി.
ഒരു ദിവസം തന്നെ 40,000-ത്തിലധികം മുട്ടകൾ ഈ റാണി ഇട്ടുകൂട്ടും. വീർത്ത വയറും താങ്ങി ഈ റാണിക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇവരെ താങ്ങി തള്ളി നീക്കി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പോലും ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വേലക്കാർ ടെർമേറ്റുകളാണ്. കോളനിയിലെ സിംഹഭാഗവും ഈ വേലക്കാരായിരിക്കും. രാവും പകലും നിൽക്കാതെ പണിയെടുക്കുന്ന പാവങ്ങൾ. റാണിയെ നക്കി തോർത്തി വൃത്തിയാക്കുക, സർവർക്കും ഭക്ഷണം കൊണ്ടു നൽകുക, വിരിഞ്ഞിറങ്ങുന്ന നിംഫുകളെ പരിപാലിക്കുക, മാളങ്ങൾ ഉണ്ടാക്കുക, കോളനി വികസിപ്പിക്കുക തുടങ്ങിയ 100 കൂട്ടം ജോലികളാണ് കാഴ്ചശക്തി പോലും ഇല്ലാത്ത ഈ പാവങ്ങൾ ചെയ്യുക. കോളനിയിലെ മൊത്തം അംഗങ്ങളുടെ ആശയവിനിമയ പരിപാടികൾ മുതൽ നിംഫുകൾ ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നതടക്കം തീരുമാനിക്കപ്പെടുന്നത് റാണി പുറപ്പെടുവിക്കുന്ന ഫിറമോണിനെ ആശ്രയിച്ചിട്ടാണ്. റാണിയെ നക്കി തുടക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരുടെ ഉള്ളിലെത്തുന്നു. വേലക്കാർ മറ്റുള്ളവർക്ക് ഭക്ഷണം വായ്വഴി കൈമാറി നൽകുമ്പോൾ ഈ ഫിറമോണുകളും ഒപ്പം കൈമാറുന്നു. അങ്ങനെ സർവർക്കും കിട്ടുന്നു ഈ ഫിറമോൺ. വേലക്കാരിലെ തന്നെ ഒരു പ്രധാന വിഭാഗമായിട്ടുള്ള പടയാളി ചിതലുകളുണ്ട്. അവരെ പോറ്റേണ്ട, അവരെ തീറ്റേണ്ട പണിയും മറ്റു വേലക്കാർക്കാണ്. കോളനി ആക്രമിക്കാൻ വരുന്ന ഉറുമ്പുകളോടൊക്കെ പടപൊരുതാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള പടയാളി ചിതലുകളുടെ തല. അതായത് അത് വളരെ വലിപ്പമുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള തലകൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് പരിചയ വെച്ചതുപോലെ കോളനിയുടെ ഉള്ളിലേക്കുള്ള ദ്വാരങ്ങൾ ഇവർ അടച്ചു പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വലിപ്പം കൂടിയ ഈ തലയും പ്രത്യേക തരത്തിലുള്ള വദനഭാഗങ്ങളും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഈ പടയാളി ചിതലുകൾക്ക് സ്വന്തമായിട്ട് തിന്നാൻ പറ്റില്ല. അവർക്ക് തീറ്റ ചവച്ചരച്ച് വായിൽ വെച്ച് കൊടുക്കേണ്ട ജോലിയും മറ്റു വേലക്കാർ ചിതലുകൾക്കാണ്. ഇതുവഴിയും ഫിറമോൺ ഈ പടയാളി ചിതലുകളുടെ ഉള്ളിലും എത്തും. വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ റാണിയുടെ ഫിറമോണിൻ്റെ അളവും അത് ചുരത്താനുള്ള കഴിവും കുറയും. എല്ലാവർക്കും, കോളനിയിലെ സർവർക്കും എത്തിക്കാൻ മാത്രം ഫിറമോൺ ഇല്ലാത്ത ഒരു വാർദ്ധക്യകാലം. റാണിക്ക് പ്രായമാകുമ്പോഴേക്കും കോളനിയിലെ കുറേ നിംഫുകൾ രാജപദവിയിലേക്ക് എത്താൻ പറ്റും വിധം പ്രത്യുത്പാദന ശേഷിക്കുള്ള കഴിവും ഫിറമോൺ ചുരത്താനുള്ള കഴിവും ഒക്കെ നേടിയവയായിട്ട് മാറും. അങ്ങനെ കൂട്ടത്തിലെ മുതിർന്ന ഒരു നിംഫ് പുതിയ റാണിയായിട്ട് മാറും. അവർക്ക് പ്രത്യുത്പാദന ശേഷിയും ഉണ്ടാവും. ഇത്തരത്തിൽ പ്രത്യേക കാലത്ത് പ്രത്യേക ഘട്ടത്തിൽ കോളനിയിലെ പ്രത്യുത്പാദന ശേഷി ആർജിച്ച ആൺ പെൺ ചിതലുകളാണ് ഈയാമ്പാറ്റകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അവർക്ക് ചിറകുകളുണ്ടാവും. ഇനി ഒരു കോളനി പരിധിക്കപ്പുറം വളർന്നാലും അതിൽ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴും കോളനി വിഭജിക്കാറുണ്ട്. മഴയ്ക്ക് തൊട്ടു മുമ്പ് അനുകൂല കാലാവസ്ഥയും ഈർപ്പവും തണുപ്പും ഒക്കെ പുറത്തുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഇവർ മണ്ണിനടിയിലെ ചിതൽക്കൂട്ടിനുള്ളിൽ നിന്നും കാത്തുകിടന്ന് എന്നതുപോലെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പാറും. ഇങ്ങനെ പറക്കുന്ന ചിതലുകൾക്ക് വികാസം പ്രാപിച്ച കണ്ണുകളുണ്ടാവും. സ്വാമിങ് എന്നാണ് ഈ കൂട്ടപ്പറക്കലിന് പറയുക. ഇത്തിരി നേരത്തെ ചറപറ പറക്കലിന് മാത്രം പറ്റുന്ന വിധത്തിലുള്ള ലോലമായിട്ടുള്ളതാണ് അവയുടെ ചിറകുകളും അതിൻ്റെ ഘടനയും. ഇങ്ങനെ പല കോളനികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈയൽക്കൂട്ടങ്ങൾ പരസ്പരം ഇണകളെ കണ്ടെത്തി ഇണചേർന്ന് പുതിയ കോളനിക്ക് പറ്റുന്ന അനുകൂലമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെ മുട്ടയിട്ട് പുതിയ കോളനികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതിനിടയിൽ ഇവരുടെ ചിറകുകളൊക്കെ പൊഴിച്ചു കളയും. 10,000-കണക്കിന് ഈയലുകളാണ്, ചിതലുകളാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാമിങ്ങിന് വേണ്ടിയിട്ട്, ഇണചേരൽ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പറന്ന് കളിക്കുക. ഇതിൽ ഭൂരിഭാഗവും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികളുടെയും വവ്വാലുകളുടെയും ഒക്കെ വായിലേക്കാണ് പോവുക. കുറേ എണ്ണമൊക്കെ വിളക്കുകളുടെ അടുത്ത് പോയി കരിഞ്ഞു വീഴുകയും ചെയ്യും. അങ്ങനെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഇണചേർന്ന് മുട്ടയിടാൻ പറ്റുന്ന വിധത്തിൽ ഒരു കോളനി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഘട്ടത്തിലെത്തുകയുള്ളൂ. അങ്ങനെ അപൂർവമായിട്ട് ചിലവ അനുകൂലമായിട്ടുള്ള സ്ഥലത്തെത്തുകയും മണ്ണിൽ അവയുടെ പുതിയ കോളനി ഉണ്ടാക്കുകയും ചെയ്യും. ആ ചിതൽ മുട്ടയിട്ടുണ്ടാകുന്ന പുതിയ കോളനിയിൽ നിന്നും വേലക്കാരും പടയാളികളും ആൺചിതലുകളും ഒക്കെ ഉണ്ടായി പുതിയൊരു സാമ്രാജ്യമായിട്ട് അത് പതുക്കെ വളരും. ഇങ്ങനെ പുതിയ കോളനി തുടങ്ങിയ അമ്മച്ചിതലിന് ആദ്യം മുട്ടയിട്ടുണ്ടായ നിംഫ് കുഞ്ഞുങ്ങളാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. പിന്നെ ജീവിതകാലം മുഴുവനും ആ ചിതലിൻ്റെ പണി മുട്ടയിടൽ മാത്രമാണ്. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന മൺപുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അതിനാൽ നമ്മൾ അവയെ പാമ്പിൻ പുറ്റുകൾ എന്ന് വിളിക്കാറുമുണ്ട്. ഈ മൺപുറ്റുകളുടെ ഉള്ളിൽ എപ്പോഴും പാമ്പുകൾ ഉണ്ടാകും എന്നുള്ള ഭയവും പലർക്കുമുണ്ട്. നാഗസ്ഥാനങ്ങളായിട്ട് പല കാവുകളിലും ഇടം പിടിക്കുന്നത് ഇത്തരത്തിലുള്ള മൺപുറ്റുകളുമാണ്. പാലും നൂറും ഒക്കെ അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. നാട്ടുമ്പുറങ്ങളിലെ പഴയ പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ധാരാളം കാണാം. മുത്തങ്ങക്കാടുകളിലൊക്കെ ഇങ്ങനെ സഫാരിക്ക് പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ഉയർന്നു നിൽക്കുന്ന 4 അടിയോളം ഒക്കെ ഉയരമുള്ളവയൊക്കെ നമുക്ക് കാണാം. ഈ മൺപുറ്റുകൾ ഒരുക്കുന്നതൊന്നും പാമ്പുകളല്ല, അതൊക്കെയും ചിതൽപുറ്റുകൾ തന്നെയാണ്. നമുക്കറിയാം ചില ഇനം പാമ്പുകളൊക്കെ ഒരേ ഇടത്ത് തന്നെ തലമുറകളായിട്ട് അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി അവിടെ താമസിക്കുകയും ഭക്ഷണം തേടി തിരിച്ചവിടേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. വീണയിടം വിഷ്ണു ലോകം, എവിടെയാണോ ഭക്ഷണം ലഭിക്കുന്നത് അത് അവരുടെ വാസസ്ഥലം എന്നുള്ളതാണ് പാമ്പുകളുടെ ഒരു രീതി. ഇരകൾ കൂടുതൽ കിട്ടുന്ന, ശത്രുക്കളുടെ മുന്നിൽ പെട്ടെന്ന് പെടാത്ത, ഒളിച്ചു കഴിയാൻ സൗകര്യമുള്ള,
ശരീര ശീതനിലയെ സഹായിക്കുന്ന ഇടങ്ങളാണ് അവരുടെ ഇഷ്ടസ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ അവർ കൂടുതലായിട്ട് കഴിയും, ഇര തേടും. പാമ്പിന് നമ്മളെക്കാൾ ഏറെ ശത്രുക്കളുണ്ട്. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇര തേടാത്ത സമയത്തൊക്കെ ഒളിച്ച് കഴിയാൻ വേണ്ടിയിട്ട് അവർ ഈ മാളങ്ങളൊക്കെ ഉപയോഗിക്കും. സ്വന്തമായി മാളം ഉണ്ടാക്കാനൊന്നും പാമ്പുകൾക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള വിടവുകൾ, പെരിച്ചാഴി, മുള്ളംപന്നി അതുപോലെയുള്ള മറ്റ് റോഡൻറ്റുകളൊക്കെ കുഴിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ വേറെ ജീവികൾ തുരന്നുണ്ടാക്കിയ മാളങ്ങൾ, പൊത്തുകൾ ഒക്കെയാണ് അവരുടെ താൽക്കാലിക താമസ സ്ഥലമായിട്ട് ചിലപ്പോൾ തിരഞ്ഞെടുക്കുക. അവിടെ ചിലപ്പോൾ അവർ മുട്ടയിടുകയും ചെയ്യും. ഈ ചിതൽപുറ്റുകളും അതുപോലെ ഒരു ഒളിവിടം മാത്രമാണ് പാമ്പുകൾക്ക്. ചിതലുകൾ ഉപേക്ഷിച്ചു പോയ പുറ്റുകളിൽ മാത്രമേ സാധാരണയായിട്ട് പാമ്പുകൾ കയറാറുള്ളൂ. ഒരു പാമ്പ് ചിതൽപുറ്റിനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത മറ്റേതൊരു ദ്വാരത്തിലും ഉണ്ടാവാനുള്ള സാധ്യതയേക്കാൾ അല്പം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉറപ്പായിട്ടും പാമ്പുകളുടെ ഒരു സെലക്ഷൻ നമ്പർ 1 അഭയസ്ഥാനമല്ല ചിതൽപുറ്റുകൾ. അതിനുള്ളിൽ നല്ല എയർ കണ്ടീഷൻ സംവിധാനമൊക്കെ ഉള്ളതിനാൽ തന്നെ അതിനുള്ളിൽ എത്തിപ്പെട്ടാൽ കുറച്ചധികം സമയം അവിടെ വിശ്രമിച്ചെന്ന് വരും എന്ന് മാത്രം. ചിതലുകൾ ഒറ്റക്കൊറ്റക്ക് വലിയ പ്രശ്നക്കാരല്ലല്ലോ. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റില്ല. ചിതലുകളുടെ കോളനിയാണ് ഒരു യൂണിറ്റ്. പലതരം ചിതലുകൾക്ക് പലതരം വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. തീറ്റ തേടിപ്പോകൽ രീതി മുതൽ തീറ്റയാകുന്ന വസ്തുക്കൾ വരെ. അതുപോലെ പലതരത്തിലുള്ള മൺകൂടുകൾ മൺനിരപ്പിന് മുകളിലും അടിയിലുമായിട്ടൊക്കെ ഇവർ നിർമ്മിക്കും. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ചിതൽപുറ്റുകൾക്ക് ടെർമൈറ്റ് മൗണ്ട്, ആൻഡ് ഹിൽ എന്നൊക്കെയാണല്ലോ പേര്. മഴ പെയ്താലും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും ഒന്നും വലിയ തകരാറുകൾ വരാതെ വിധത്തിലായിരിക്കും ഇവയുടെ നിർമ്മിതി. നല്ല തോതിൽ ഉള്ളിലോട്ട് വായുസഞ്ചാരമൊക്കെ കിട്ടുന്ന വിധത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു രൂപകൽപ്പന. മൃദുവായ കളിമണ്ണിൽ ഉമിനീർ കലർത്തിയാണ് ചിതലുകൾ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ചിതലുകളെ ഭക്ഷണമാക്കുന്ന ധാരാളം ജീവികളുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ചിതൽ. നമ്മൾ തേൻകൊതിയന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന സ്ലോത്ത് ബെയറുകൾ. നമ്മുടെ കാടുകളിലുള്ള ഈ കരടികൾ ആഴത്തിലുള്ള ചിതൽപുറ്റുകൾ പോലും മണത്തറിഞ്ഞ് മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിച്ച് അതിനുള്ളിലുള്ള ചിതലുകളെയാണ് തിന്നുക. സക്ഷൻ പമ്പ് കൊണ്ട് വലിച്ച് ഉള്ളിലേക്കാക്കുന്നത് പോലെ മേൽത്താടിയിലെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എത്ര ചിതൽ വേണം ഒരു കരടിയുടെ വയറ് നിറയാൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഒന്ന് ചിതലുകളാണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്നേക്കുകൾ എന്ന് വിളിക്കുന്ന കുരുടിപ്പാമ്പുകളുടെയും ഇഷ്ടഭക്ഷണമാണ് ചിതലുകൾ. മണ്ണിനടിയിൽ ഈ ചിതൽപുറ്റുകൾ തേടിയാണ് അവർ സഞ്ചരിക്കുക. ഈ കുരുടിപ്പാമ്പുകളിൽ തന്നെ ബ്രാഹ്മണി കുരുടികൾ ചിതലുകളെ തിന്നുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഈ പാമ്പിൻ്റെ തലയുടെ അടിഭാഗത്തുള്ള വായ കൊണ്ട് ചിതലുകളെ കടിച്ചു പിടിച്ച് ആ തല ഉരച്ച് പൊട്ടിച്ച് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി മാത്രമാണ് ഇവ ഭക്ഷിക്കുക. തലയോടെ ചിതലുകളെ വിഴുങ്ങിയാൽ അവ വീണ്ടും ഛർദ്ദിച്ച് കളഞ്ഞ് തല ഒഴിവാക്കി ബാക്കി ഭാഗം ഭക്ഷിക്കും. ഇതെന്തിനാണ് ഈ കുരുടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇവയുടെ തലയിൽ ഇവയ്ക്ക് ഇഷ്ടമില്ലാതെ ഏതോ ഭാഗമുണ്ടോ എന്നറിയില്ല. കുരുടിപ്പാമ്പുകളെ പറ്റിയുള്ള നമ്മുടെ വീഡിയോയിൽ വിശദമായിട്ട് ഇവയെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ദയവായിട്ട് അത് കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതീവ സങ്കീർണമായ കൃത്യതയാർന്ന എൻജിനീയറിംഗ് സംവിധാനമുള്ളവയാണ് ചിതൽപുറ്റുകൾ. ഇത്തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള പുറ്റുകൾ ഉണ്ടാക്കുന്നവയാണ് മാക്രോടെർമസ് വിഭാഗത്തിൽപ്പെടുന്ന ചിതലുകൾ. 9 മീറ്റർ വരെ ഉയരമുള്ള ചിതൽപുറ്റുകൾ ഇവർ നിർമ്മിക്കും. ഇവയുടെ ഈ നിർമ്മാണ പാടവത്തിൻ്റെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ്. വളരെ കൗതുകരമായിട്ടുള്ള കാര്യം, ചിലയിനം ചിതൽപുറ്റുകൾ അവയുടെ ഉള്ളിലും സിമെട്രി അതേപോലെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞാൽ അത് പഴയ വലിപ്പത്തിലും രൂപത്തിലും അതേപോലെ തന്നെ പുനർനിർമ്മിക്കും. അളവൊന്നും എടുക്കാതെ ഇവ എങ്ങനെ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്ക് നേരെ തെക്കുവടക്ക് ദിശയിൽ സമാന്തരമായിട്ടെന്ന പോലെ കുത്തനെ പുറ്റുകൾ ഉണ്ടാക്കുന്ന ഒരിനം ചിതലുകൾ ആസ്ട്രേലിയയിലുണ്ട്. കാന്തിക ചിതലുകൾ, മാഗ്നറ്റിക് ടെർമൈറ്റ് എന്നാണ് അതിന് പേര്. 10 ലക്ഷം അംഗങ്ങൾ വരെ ഉണ്ടാവും ഒരു കോളനിയിൽ. വളരെ കട്ടിയുള്ളതായിരിക്കും ഇവയുടെ പുറംപാളി. പക്ഷേ ഉള്ളിലുള്ള പാളികൾ അത്ര കട്ടിയുള്ളതല്ല. ആർച്ചുകളും പാലങ്ങളും തുരങ്കങ്ങളും ചിമ്മിനിയും ഒക്കെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു രൂപമാണ് അതിൻ്റെ ഉള്ളിൽ. ഈ കോളനിക്കുള്ളിലുള്ള പല ചിതലുകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറത്തിറങ്ങുന്നില്ല. അതിനാൽ തന്നെ അവയുടെ പുറത്തൊലികൾ വളരെ നേർത്തതും വിളറിയതുമായിരിക്കും. കാഴ്ചശക്തി വളരെ കുറഞ്ഞ ഇവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുമില്ല. എമിടെർമസ് ലൗറൻസിസ്, എമിടെർമസ് മെറിഡയോനാലിസ് എന്നിവയാണ് കാന്തിക ടെർമൈറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നവ. ക്വീൻസ്ലാൻഡിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഇവയുണ്ടാക്കുന്നവയാണ് സ്തൂപികകൾ പോലെ ഉയർന്നു നിൽക്കുന്ന തരം പുറ്റുകൾ. തെക്ക് വടക്ക് ദിശകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ഈ പുറ്റുകൾ പലകകൾ കുത്തി നിർത്തിയതുപോലെ തോന്നും. അല്ലെങ്കിൽ സെമിത്തേരിയിലെ ഫലകങ്ങൾ പോലെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ടാവും. 4 മീറ്ററോളം ഉയരത്തിൽ ഇങ്ങനെ ഫലകം പോലെ കുത്തനെ നിൽക്കുന്ന ഇവയുടെ ഈ സവിശേഷ ആകൃതിക്ക് കാരണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. എങ്കിലും രാവിലെയും വൈകുന്നേരവും അവിടുത്തെ അന്തരീക്ഷം പരമാവധി തണുക്കുമ്പോൾ സൂര്യപ്രകാശം പരന്ന പ്രതലങ്ങളിൽ ലഭിക്കുന്ന വിധത്തിലാണ് ഇവയുടെ നിൽപ്പ്. പരന്ന രൂപമായതിനാൽ ഉച്ച സമയത്ത് പരമാവധി കുറവ് വെയിൽ മാത്രമേ ഇതിൽ നേരിട്ട് പതിക്കുകയുമുള്ളൂ. രാവിലെ ചിതലുകൾ പുറ്റിനുള്ളിലെ പടിഞ്ഞാറ് വശത്ത് കേന്ദ്രീകരിച്ച് നിൽക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവ മുഴുവൻ കിഴക്ക് വശത്ത് വന്നു നിൽക്കും.
ഉയർന്ന ആർദ്രതയും താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു താപവുമായിരിക്കും ഈ കൂടിനുള്ളിൽ എപ്പോഴും. പരീക്ഷണാർത്ഥം പുറ്റിനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോൾ ഇതിനുള്ളിലുള്ള ചൂട് 6 ഡിഗ്രി വരെ ഉയർന്നതായിട്ട് കണ്ടെത്തി. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോളനിക്കുള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ഇവർ സുരക്ഷിതമായിട്ട് കഴിയും. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ പുറത്തു നിന്നും ഭക്ഷണം വീണ്ടും കൊണ്ടുവന്ന് ഇതിൽ ശേഖരിച്ച് വെക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഉണങ്ങിയ പുല്ലാണ് ഇവരുടെ ഭക്ഷണം. ജോലിക്കാർ രാത്രി ശേഖരിക്കുന്ന പുല്ലുകൾ നുറുക്കി കഷണമാക്കിയിട്ടാണ് ഈ പുറ്റിനുള്ളിൽ അവർ ശേഖരിച്ച് വെക്കുക. ലോകം അമ്പരന്ന ഒരു ചിതൽ കോളനിയുടെ കണ്ടെത്തൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിതൽ പുരാണം അവസാനിപ്പിക്കാം. ബ്രസീലിലെ കാറ്റിങ്കയിലാണ് ആ കണ്ടെത്തലുണ്ടായത്. 2.3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന ആ പ്രദേശത്ത് 20 കോടി ചിതൽപുറ്റുകൾ ഉണ്ടായിരുന്നു. ഗവേഷകർ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് വഴി ആ പുറ്റുകളുടെ പ്രായം കണക്കാക്കി നോക്കി. അതിൽ 11 ഇനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പുറ്റിന് 690 വർഷം പഴക്കവും ഏറ്റവും പ്രായം കൂടിയതിന് 3820 വർഷവും പഴക്കമുണ്ടായിരുന്നു. അതിലും പഴക്കമുള്ളവയും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ മാർട്ടിൻ, ഡോക്ടർ ഫഞ്ച്, അവരുടെ സഹപ്രവർത്തകരൊക്കെ കൂടി നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ കറൻറ്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും വിസ്താരമുള്ള ഒരു നഗരം മനുഷ്യരായ നമുക്ക് ഇതുവരെയായിട്ടും നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. മുറുണ്ടൂസ് എന്ന് പ്രാദേശികമായിട്ട് വിളിക്കുന്ന ഈ ചിതൽപുറ്റുകളുടെയൊക്കെ മൊത്തം വിസ്താരം ഏകദേശം ബ്രിട്ടൻ്റെ അത്ര വരും. സിൻഡർമസ് ഡൈറസ് എന്നു പേരുള്ള 1/2 ഇഞ്ചോളം മാത്രം വലിപ്പമുള്ള ചിതലുകളാണ് ഈ മഹാസാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂനിയുടെ ആകൃതിയിൽ കോൺ ഷേപ്പിൽ 20 കോടി ചിതൽപുറ്റുകൾ 6 മുതൽ 13 അടി വരെ ഉയരമുള്ളതും ഏതാണ്ട് 30 അടി വിസ്താരമുള്ളവയാണ് ഓരോ ചിതൽപുറ്റും. ശരാശരി 60 അടി അകലത്തിലായിട്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാതത്ര മൺപുറ്റുകൾ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പലതും ഇപ്പോഴും സജീവമാണ്. കാടായി കിടന്നിരുന്ന ആ പ്രദേശത്ത് കുറച്ച് ഭാഗം കാലി വളർത്തലിനൊക്കെ വേണ്ടിയിട്ട് തെളിച്ചപ്പോഴാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ചിതൽപുറ്റുകൾ ആളുകൾ കാണുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് കാടിനുള്ളിലുള്ള ഈ കോടിക്കണക്കിന് മൺപുറ്റുകളെ എണ്ണിയത്. ഇത്രയും മൺപുറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 3.84 ഘന കിലോമീറ്റർ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും മണ്ണ് ഈ ചിതലുകൾ കൂന കൂട്ടിയിട്ടു. ഗീസയിലെ 4000 പിരമിഡുകളുടെ അത്രയും വലിപ്പം വരും ഈ മണ്ണ് അത്രയും കൂട്ടിയാൽ. ഇത്തിരി പോന്ന പ്രാണി നടത്തിയ പണി. ഈ പ്രാണിയെ പറ്റിയിട്ട്, ചിതലുകളെ പറ്റിയിട്ട്, അവ നിർമ്മിക്കുന്ന കൂടുകളെ പറ്റിയിട്ട്, അതിജീവന സാമർഥ്യങ്ങളെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയൂ. പരിണമിച്ച് വെറും 3 ലക്ഷം വർഷം മാത്രമായ നമ്മൾ മനുഷ്യർ കോടിക്കണക്കിന് വർഷം മുമ്പേ ഇവിടെ ഉണ്ടായ ചിതലുകളെ ഇനിയും മനസ്സിലാക്കാൻ ഏറെ കിടക്കുന്നു. അതിനാൽ തന്നെ ചിതലുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള, അവയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പടി വിദ്യകളൊന്നും കൊണ്ട് വലിയ ഫലം ചെയ്യില്ല. പലതരം വിഷങ്ങൾ ചുമരിനടിയിലും തറയിലും ചിതലുകളെ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 100 കണക്കിന് ടെർമൈറ്റ് നിയന്ത്രണ കമ്പനികളാണ് ലോകത്തെങ്ങും പ്രവർത്തിക്കുന്നത്. 1000 തരം മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് ചിതലുകളെ ഇല്ലാതാക്കാൻ. പക്ഷേ ചിതലുകൾ എവിടെയും പോകുന്നില്ല. അവരിത്തിരി കാലം പിന്തിരിഞ്ഞു പോയേക്കാം. അത്രയും കാലം ഭൂമിക്കടിയിൽ സുരക്ഷിതരായിട്ട് അവർ ജീവിക്കും. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവർ ശക്തിയായിട്ട് തിരിച്ചു വരും. ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.